ഞാനൊരു ക്വിക്ക് ടിപ്പ് പറഞ്ഞുതരാം. ഡെവലപ്മെൻറ്റൊക്കെ ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ സ്നിപ്പെറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് എക്സ്റ്റൻഷൻസിൽ വരാണെങ്കിൽ കാറ്റഗറി സ്നിപ്പെറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലാംഗ്വേജസിലുള്ള സ്നിപ്പെറ്റ്സിൻ്റെ എക്സ്റ്റൻഷൻസ് ഒക്കെ നമുക്ക് കിട്ടും. ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിയാക്ട് നേറ്റീവിൻ്റെ സ്നിപ്പെറ്റ്സ് കിട്ടണമെങ്കിൽ റിയാക്ട് നേറ്റീവ് സ്നിപ്പെറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ES7 റിയാക്ട് അതിനാണ് കൂടുതൽ ഡൗൺലോഡിംഗ് ഉള്ളത്. 2.9 മില്യൺ ഉണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്നിപ്പെറ്റ്സിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടും. ഇവിടെ ഒരുപാട് എക്സാമ്പിൾ റിയാക്ട് നേറ്റീവ് RN എന്നുള്ളതെല്ലാം റിയാക്ട് നേറ്റീവിൻ്റെ സ്നിപ്പെറ്റ്സുകളാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചാൽ ഇവിടെ വന്നിട്ട് RNFES അങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ഫങ്ഷണൽ കോമ്പോണൻ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ RN ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്നിപ്പെറ്റ്സുകൾ ഇതിലുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇനി അതെല്ലാം നിങ്ങൾക്ക് കസ്റ്റമായിട്ട് സ്നിപ്പെറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫയലിൽ വന്നിട്ട് പ്രിഫറൻസിൽ വന്നിട്ട് യൂസർ സ്നിപ്പെറ്റ്സിൽ കയറി കഴിഞ്ഞിട്ട് ഏത് ലാംഗ്വേജ് ആണെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൽ ഒരു JSON ഫയൽ ഉണ്ടാവും. ആ JSON ഫയലിൽ ഞാനിപ്പോൾ ഇവിടെ പർട്ടിക്കുലർ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് 3 കീകളാണ് വേണ്ടത്: പ്രിഫിക്സ്, ബോഡി, ഡിസ്ക്രിപ്ഷൻ. ഈ ഒരു പ്രിഫിക്സ് ആയിരിക്കും നിങ്ങളുടെ കോഡിൽ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ സ്നിപ്പെറ്റ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കീ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കീ നിങ്ങൾക്ക് ഏത് കീ വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ ബോഡിയിൽ നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു പർട്ടിക്കുലർ സ്റ്റൈലിലാണോ സ്നിപ്പെറ്റ് വേണമെങ്കിൽ ആ ബോഡി കൊടുക്കുക, ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് സ്നിപ്പെറ്റ്സ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു സ്നിപ്പെറ്റ്സ് ഞാൻ അവിടെ കാണിച്ചതാണ്. RN5 എന്നുള്ളൊരു സ്നിപ്പെറ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്നിപ്പെറ്റ് എൻ്റെ ഒരു കസ്റ്റം സ്നിപ്പെറ്റാണ്. അത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സ്റ്റൈലും റിയാക്ട് നേറ്റീവ് കോമ്പണൻറ്റ് അതുപോലെ ബേസിക്കായിട്ട് വേണ്ട എല്ലാം ഉള്ളൊരു സ്നിപ്പെറ്റാണ്. ഇനിയിപ്പോൾ ഈ സ്നിപ്പെറ്റ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ VS കോഡിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ കയറാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് code.visualstudio.com കയറി കഴിഞ്ഞിട്ട് അവരുടെ ഡോക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ താഴോട്ട് വരികയാണെങ്കിൽ യൂസർ ഗൈഡ് എടുക്കുകയാണെങ്കിൽ അതിൽ സ്നിപ്പെറ്റ്സ് ഉണ്ടാവും. ഈ ഇതിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്നിപ്പെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം അതിൻ്റെ സ്ട്രക്ചർ എന്നുള്ള കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ഏതൊരു ലാംഗ്വേജിൽ നിങ്ങൾക്ക് സ്നിപ്പെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സ്നിപ്പെറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.